ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നോണം കൂടി വരവായി. എല്ലാവർക്കും തിരുവോണാശംസകൾ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. ഓണാഘോഷം നടക്കുന്നിടത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൺകുട്ടൻ വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. നമ്മൾ വരേസയിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒപ്പമാണ് ഇത്തവണത്തെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരേസ മലയാളികളുടെ ഒപ്പം ഓണം ആഘോഷിക്കുന്നത്. നമുക്കിവിടെ ഒരു കേരവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെയാണ് ഇന്നിവിടെ ഒത്തുകൂടാൻ പോകുന്നത്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ക്രിക്കറ്റ് കളിയും ഒത്തുചേരലും അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ആ ഗ്രൂപ്പിനോട് ഓണം ആഘോഷിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഒത്തുകൂടാറുണ്ട്, അല്ലാതെ ഒരു ഫാമിലി മീറ്റപ്പിനൊക്കെ കൂടാറുണ്ട്. പക്ഷേ ഓണാഘോഷത്തിന് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ഓൾറെഡി എല്ലാവരും എത്തി, ഓണപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. ഞങ്ങളങ്ങ് എത്തിച്ചേരുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും റെഡിയായി വന്നപ്പോൾ കുറച്ച് സമയമായി. നമ്മൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. ഏകദേശം 10-60 പേരോളം ഇന്നവിടെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇത്രയും പേർക്കുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കൂട്ടം കറികൾ ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പരിപ്പ് കറിയും ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ അതുപോലെ ഓരോരുത്തരും ഓരോ കറികളുണ്ടാക്കും. വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ വേണ്ട ഇപ്പം സാമ്പാർ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ കുറേ കറികളൊക്കെ, ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട കറികളൊക്കെ 1-2 പേര് ചേർന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പോട്ട്ലക്ക് പോലെയാണ് നമ്മുടെ ഓണസദ്യക്കുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവരുന്നത്. ഞാനുണ്ടാക്കിയ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കൂട്ടം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ഞാനിവിടെ ഏകദേശം 500 ഗ്രാമോളം നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഷ്ണങ്ങളായി മുറിച്ച് കുക്കറിൽ വേവിച്ച ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടാണ് വീണ്ടും ഞാൻ പാനിലിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. അതുപോലെ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് പൾസ് ചെയ്ത് പിന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കും, പിന്നീട് താളിച്ച് ചേർത്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയല്ലാതെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കുക്കറൊന്നുമില്ല. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കുക്കറിലല്ലാതെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ബീട്രൂട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് നേരിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ തൈര് മിക്സിയിലിട്ട് അടിച്ചൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ വിസ്ക് ഉപയോഗിച്ച് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് അത് ചേർത്ത് കൊടുത്തു. തൈര് ചേർത്ത ശേഷം തിളയ്ക്കുക ഒന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അവസാനം നമ്മളിതിൻ്റെ അകത്തേക്ക് താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പരിപ്പ് മാത്രം ഞാൻ തലേ ദിവസം വേവിച്ചു വെച്ചു. ബാക്കിയെല്ലാം നമ്മൾ രാവിലെയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സദ്യക്ക് ആദ്യം വിളമ്പിയത് ചോറിൽ പരിപ്പ് കറിയാണ്, കട്ടിപ്പരിപ്പ്. അപ്പോൾ ഞാൻ പരിപ്പ് 1 കിലോ നമ്മുടെ ചെറുപയർ പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ചൊന്ന് അതിനെ ഒന്ന് ലൂസാക്കി, എന്നിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും അതുപോലെ തന്നെ പച്ചമുളക് അരച്ച അരപ്പ് ചേർത്ത് കൊടുത്തു. സാധാരണ കട്ടിപ്പരിപ്പിൽ അങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കാറില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അവസാനം നമ്മൾ നെയ്യിൽ കുറച്ച് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിട്ട് അതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പരിപ്പിൽ കടുക് താളിച്ച് ചേർക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ നെയ്യും കറിവേപ്പിലയും മാത്രം കൊടുത്ത് ഇത്രയും ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറി കട്ടിപ്പരിപ്പും റെഡിയായി. രണ്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറികളായിരുന്നു കേട്ടോ.
അപ്പം ഞങ്ങളിതാ നമ്മുടെ ഓണാഘോഷം നടക്കുന്ന ഹാളിലെത്തി. ഈ ഒരു ചെറിയൊരു ഹാളിലാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം നടന്നത്. നമ്മുടെ കുറച്ച് കായിക ഇനങ്ങളെല്ലാം നടന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടുമായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു ഓണപരിപാടി തുടങ്ങുന്ന ആ ഒരു ചടങ്ങിൻ്റെ മുന്നൊരുക്കങ്ങളിലാണ് എല്ലാവരും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയൊക്കെയായിരിക്കും? നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കഴിവുകൾ നമ്മളവിടെ കാണിക്കും. അതായത് പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളികളോ ഒക്കെ ഏർപ്പെടൂലേ. അത്തരത്തിലൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ കേരവടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമും ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. കാരണം ഒരുപാട് നാൾ പ്രാക്ടീസൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മളൊന്ന് ഒത്തുകൂടിയപ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചേക്കാം അല്ലെങ്കിൽ ഒന്ന് പാട്ട് പാടിയേക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് നടത്തിയ പരിപാടികളാണ് ഇവിടെയുള്ളതെല്ലാം. അതിൻ്റേതായ കുറവുകളും എല്ലാം ഈ അന്നത്തെ പ്രോഗ്രാമിനുണ്ട്. അതായത് നമ്മൾ എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്ത പാട്ടോ ഡാൻസോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമുക്കൊരു സന്തോഷം, കൂടുമ്പോഴുള്ളൊരു ഇമ്പം, അത്രമാത്രമാണ് നമ്മുടെ കേരവൻ്റെ ഓണ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പൂക്കളുടെ സീസണൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലവും ഉപയോഗിക്കാൻ പറ്റുന്ന റെഡിമെയ്ഡ് പൂക്കളാണ് ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷത്തിനുണ്ടായിരുന്നത്. പറ്റാത്തതിൻ്റെ ഒരു ഓർമ്മയും ഒരു ചെറിയ നൊസ്റ്റാൾജിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കേരളത്തിൻ്റെ ഒരു കുഞ്ഞ് പ്രതീതിയുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും സാരി ഉടുക്കുക, മുണ്ടുടുക്കുക, കസവുള്ള വസ്ത്രങ്ങൾ ഇടുക. കുട്ടികളൊക്കെ ആണെങ്കിലും വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ കേരളമാണ്. കേരളത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ വന്നതുപോലെ നമുക്ക് തോന്നുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. യോജനാച്ചനുണ്ട്, കേരളാച്ചനുണ്ട്, പിന്നെ സംഘാടക സമിതിയുടെ ആൾക്കാരെയും പല വലിയ വലിയ കലാപരിപാടികളും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ആഘോഷം ഇവിടെ ആരംഭിക്കാം. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതിനായി മഞ്ഞുമൽ ടീമിനെ വേദിയിലേക്ക് ഹാജരായി ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മൾ അമിതാഭ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഒരു ചായക്കട ഉണ്ടാവില്ല. ആ ചായക്കടയിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് കാത്തിരിക്കുന്നു. അപ്പം തന്റെ വീടും പറമ്പൊക്കെ സിനിമ എന്ന് പറഞ്ഞു കൂട്ടായ്മ. അപ്പൊ നമ്മൾ ഈ കൂട്ടായ്മ കൂട്ടായിട്ട് ചെയ്യാം. അപ്പൊ ഒന്നിക്കൊക്കെ കാണുന്ന കാര്യമില്ല. നിങ്ങൾ വീടും പറമ്പൊക്കെ ഒരുപാട് ചെയ്യാം. ഒരു പായലോട് ഒരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമസ്കാരം. ഞാൻ
പ്രതീക്ഷിക്കാത്തതാണ് ഞാൻ നാളത്തിൽ അഭിനയിക്കാൻ വന്നത്.
ചേച്ചി പിന്നെ കുറെ അച്ഛന്മാരും വള്ളത്തിന്റെ നടുക്കായി നിൽക്കുന്നുണ്ടല്ലോ.
ഇവരുടെയൊക്കെ കലാപരിപാടികൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഓണസദ്യയിലേക്ക് കടന്നു. എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ചിരുന്ന കറികളും കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇലയിലെല്ലാം വിളമ്പി വെച്ച ശേഷമാണ് നമ്മൾ ഉണ്ണാനായിട്ടിരുന്നത്. കാരണം നമുക്ക് വിളമ്പാനും കഴിക്കാനും നമ്മൾ തന്നെയല്ലുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 3-4 പേര് മാത്രമാണ് വിളമ്പാനായിട്ടിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഇലയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം എല്ലാ കൂട്ടം കറികളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരിയും ഓലനും കാളനും മാമ്പഴപ്പുളിശ്ശേരിയും രസവും മോരും സാമ്പാറും അവിയലും എല്ലാമായിട്ട് നമ്മുടെ സാധാരണ എൻ്റെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന കറികളേക്കാൾ കൂടുതൽ ഇനങ്ങൾ ഇന്നിവിടെ നമ്മുടെ സദ്യക്കുണ്ടായിരുന്നു. പല വീടുകളിലായി പല ആൾക്കാരുണ്ടാക്കി, അമ്മമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓരോ ഇലയിലിരുന്ന് ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ആദ്യത്തെ ഓണസദ്യ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കുകയാണ്. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ കായിക ഇനങ്ങളൊക്കെ ആരംഭിച്ചത്. അതെല്ലാം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. Celebration by all. Onam is the national festival of Kerala. Malayalis across the globe celebrate it, irrespective of caste and religion. നമ്മുടെ ഇപ്പോഴത്തെ മത്സരങ്ങൾ ഇനി ആരംഭിക്കാൻ പോകുന്നത്. പാട്ടും ഡാൻസും കളികളൊക്കെ ആയിട്ട് നല്ലൊരു ഓണം ഞങ്ങളങ്ങനെ ആഘോഷിച്ചു. ഇനിയും ഒരുപാട് കളികൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാത്തിലും നമ്മൾ തന്നെയൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് പകുതിയൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ
ഇതൊക്കെയായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ കേരളൻ്റെ ഒപ്പമുള്ള ഓണാഘോഷം എന്ന് പറയുന്നത്. കുറേ കാലത്തിന് ശേഷം വീഡിയോസ് ഇടുന്നതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ചിലപ്പോൾ നമ്മുടെ വീഡിയോസിന് ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇടാതിരുന്നതെന്നൊക്കെ ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം, നല്ലൊരു ഓണക്കാലമൊക്കെ ആശംസിക്കുന്നു. ഓണം കഴിഞ്ഞു പോയെന്നറിയാം, എങ്കിലും എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ വീഡിയോസൊന്നും ഇടാതിരുന്നപ്പോൾ നമ്മളെ അന്വേഷിച്ച എല്ലാവരോടും ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.